സംഘപരിവാർ നിങ്ങളെ വലിയ ആക്രമിച്ച് അധിക്ഷേപ ഭാഷയിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനിപ്പോൾ എന്താ ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റുക? നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക, ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം. വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ. എനിക്ക് ഇതും അതുമായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട ഓരോ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ ഐഡിയക്കെതിരെയാണ്. മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാനെ. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടിയിലുണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാനെ. എന്തൊക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണേ. നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്നുപോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അനുരാജ് മനോഹറാണ് അതിൻ്റെ ഡയറക്ടർ. ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക, പടം പോയിട്ട്. സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് വന്നു, മുഖ്യമന്ത്രി ആ വിഷയങ്ങളടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിമർശനം. സർക്കാർ പരിപാടിയിൽ എന്തിനു പങ്കെടുപ്പിച്ചു? ഇത്തരം സർക്കാർ പരിപാടികളിൽ പോകുന്നതിനൊക്കെ പരാമർശിച്ചാണ് ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിക്കാണ് ഞാൻ പോയത്. അതിനെ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമ കൂടിയാണ്. ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത്. തീർച്ചയായും ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് വയ്ക്കുന്നതും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദിയാക്കാൻ